ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു എല്ലാ ദുആകൾക്കും ഉത്തരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്തുള്ള ദുആകളുടെ കൂട്ടത്തിൽ നമ്മുടെ ദുആനെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അഷ്റഫുൽ ഖൽഖിന്റെ പേരിൽ ഒരുപാട് ആളുകൾ ഈ പരിശുദ്ധമായ സമയത്ത് അവിടുത്തെ ഹുജറത്തു ഷരീഫിലേക്ക് റൗളയിലേക്ക് ഹദിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ അഷ്റഫുൽ ഖൽഖിന്റെ പേരിലുള്ള സലാത്തുകളും അതേപോലെ തഹ്ലീലുകളും അവിടുത്തെ പേരിലുള്ള സൂറത്ത് യാസീനൊക്കെ ഓതി ഹദിയ ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ ഈ മജ്‌ലിസിൽ ഇതേ സമയത്ത് നടന്നത് നിങ്ങൾ ഓർമ്മയിലുണ്ടാകും. കേരളത്തിൽ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഉമ്മമാരും സഹോദരികളും മാത്രമായി നടത്തുന്ന നമ്മുടെ ലിശഫാഅത്തി റസൂലില്ല എന്ന വാട്സപ്പ് ഗ്രൂപ്പ്, അതിന്റെ അനുബന്ധ ഗ്രൂപ്പുകളും അതിലുള്ള ഉമ്മമാരും സഹോദരികളും അവരൊക്കെ അഷ്റഫുൽ ഖൽഖിനെ ജീവന് തുല്യം സ്നേഹിക്കുന്നവരാണ്. വീട്ടിന്റെ ഭർത്താവ്, മക്കള്, കൂട്ടുകുടുംബങ്ങള്, ഇവർക്കുള്ള ഹിദ്മകളും വീടുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ കഴിഞ്ഞ് ഒഴിവുള്ള സമയം മുഴുവനും അഷ്റഫുൽ ഖൽഖിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി സമയം തിരഞ്ഞെടുത്ത ഈമാനുള്ള മുഅ്മിനാത്താകുന്ന നമ്മുടെ ഉമ്മമാരും സഹോദരികളും മേൽ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ കഴിഞ്ഞ റബീഉൽ അവൽ 12 മുതൽ ഈ റബീഉൽ അവൽ 12 വരെ അവർ ചൊല്ലിത്തീർത്ത സ്വലാത്തുകളാണ് 26,89,844 സ്വലാത്ത്. കൃത്യമായി ചൊല്ലിയ സ്വലാത്ത് അവരവരുടെ അഡ്മിന്മാരൊക്കെ ക്രമീകരിച്ച് ക്രോഡീകരിച്ച് കൃത്യമായ എണ്ണം ഹബീബിന്റെ റൗളയിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി നമ്മളെ ഏൽപ്പിച്ചതാണ്. റഹ്മാനായ റബ്ബേ, ഏകദേശം 26 കോടിയിൽ പരം സ്വലാത്തുകൾ ചൊല്ലി ഹബീബായ അഷ്റഫുൽ ഖൽഖിന്റെ റൗളയിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി സാധുക്കളായ ഞങ്ങളെ ആ ഉമ്മമാരും സഹോദരികളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നു. നീ ഇത് ഖബൂലാക്കണം റഹ്മാനെ. ഈ നിമിഷം ഹബീബിന്റെ ജന്മത്തിന്റെ ഈ സമയം, ഹബീബ് പൂജാതരായ സമയം, അവിടത്തേക്കുള്ള ഒരു സമ്മാനമായി ഞങ്ങൾ ഇത് സമർപ്പിക്കുന്നു. ഈ നിമിഷം തന്നെ റൗളയിലേക്ക് അഷ്റഫുൽ ഖൽഖിന്റെ സന്നിധിയിലേക്ക് ഈ സ്വലാത്തുകളെല്ലാം നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഖത്മ് 51 ഖത്മ് ഈ കാലയളവിൽ അഷ്റഫുൽ ഖൽഖിന്റെ പേരിൽ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ ആ ഉമ്മമാരും സഹോദരികളും ചൊല്ലിയിട്ടുണ്ട്. തഹ്ലീൽ 1,39,513 തഹ്ലീലുകളും 75,589 ഖുൽ ഹുവല്ലാഹു സൂറത്തും 1,532 യാസീൻ സൂറത്തും ഫാത്തിഹ 2,220 എണ്ണവും ഇതൊക്കെ അവര് വലിയ മഹബത്തോടുകൂടെ വലിയ ആകാംക്ഷയോടുകൂടെ ഒരു വർഷം ചൊല്ലി തീർത്ത് നമ്മൾ റൗളയിലേക്ക് സമർപ്പിക്കുന്നത് ഓൺലൈനായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം അവരെ ആ താല്പര്യവും ആ ബഹുമാനവും ആ മനസ്സിലുള്ള അതിയായ ആഗ്രഹവും മാനിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കൃത്യമായി തന്നെ വായിക്കുന്നത്. റഹ്മാനും റഹീമുമായ റബ്ബേ, ഇതൊക്കെ ആ സഹോദരികളിൽ നിന്ന് നീ കബൂലാക്കണം അല്ലാ. ഞങ്ങള് അവരെ ഏൽപ്പിച്ചത് പ്രകാരം ഞങ്ങൾ ഇതെല്ലാം റൗളയിലേക്ക് സമർപ്പിക്കുന്നു. ഇതൊക്കെ ഇതിന്റെ ഒക്കെ മിസ്ലു സവാബ് ഈ നിമിഷം തന്നെ ഹുജറത്തു ഷരീഫിലേക്ക് അവിടുത്തെ റൗളയിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അഷ്റഫുൽ ഖൽഖിന്റെ സ്ഥാനവും അവിടുത്തെ ഉന്നതിയും നാൾക്ക് നാൾ ഉയരാനും വളരാനും അവിടുത്തെ ശഫാഅത്തും അവിടുത്തെ പൊരുത്തം കിട്ടാനും ഇതൊക്കെ ഞങ്ങൾക്ക് കാരണമാക്കണം അല്ലാ. ഇതിലൊക്കെ പങ്കെടുത്ത സഹോദരികള്, ഉമ്മമാര്, റബ്ബേ, അവർക്കൊക്കെ ഹബീബിനോടുള്ള ഇഷ്ക് നാൾക്ക് നാൾ നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. ആ ഇഷ്ക് കൊണ്ട്, ആ അടങ്ങാത്ത മഹബത്ത് കൊണ്ട് രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവരെയും ഞങ്ങളെയും നീ പെടുത്തണം അല്ലാ. പടച്ച റബ്ബേ, ദുനിയാവിൽ എന്നതുപോലെ മരണസമയത്തും അതിലേറെ ആഖിറത്തിലും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് പിടിക്കാനുള്ളത്, ഞങ്ങൾക്ക് ആശ്രയിക്കാനുള്ളത്, ഞങ്ങൾക്ക് മുന്നിൽ നിർത്താനുള്ളത്, ഞങ്ങൾക്ക് ചോദിക്കാൻ
ചോദിക്കാനുള്ളത് അഷ്റഫുൽ ഖൽഖാൻ. അവിടുന്ന് സുഹഖൻ സുഹഖാ, പോടാ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തൊരു വിഭാഗത്തെ ആട്ടി ഓടിക്കുമെന്ന് ഹദീസിൽ കാണുന്നു. ആ കൂട്ടത്തിൽ ഞങ്ങൾ ഇനി പെടുത്തരുത് റബ്ബേ. അഷ്റഫുൽ ഖൽഖ് പൊരുത്തപ്പെടുന്ന, അവിടുന്ന് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഇനി പെടുത്തണം റഹ്മാനെ. വളരെ മോശക്കാരനായ, ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത അബൂലഹബിന് പോലും ഈ സമയത്ത് സന്തോഷിച്ചതിന്റെ പേരിൽ എല്ലാ വെള്ളിയാഴ്ച എല്ലാ തിങ്കളാഴ്ചയും ഈ സമയത്ത് നരകശിക്ഷയിൽ ഇളവ് നൽകുന്നു എന്ന് അഷ്റഫുൽ ഖൽഖിന്റെ ഹദീസിൽ കാണുമ്പോൾ പടച്ച റബ്ബേ, ഞങ്ങൾ ഈമാൻ കൊണ്ടവരാണ്, അഷ്റഫുൽ ഖൽഖിന്റെ അനുയായികളാണ്. ഞങ്ങൾക്ക് ഇനി ഒരിക്കലും ഈ സമയം തട്ടിക്കളയരുത് റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് ഒരിക്കലും ഈ സമയം ഹായിബാക്കരുത് റഹ്മാനെ. ഇൻഷാ അല്ലാഹ് മൗലിദിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള നമ്മുടെ ലിശഫാഅത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വാട്സപ്പ് ഗ്രൂപ്പും അതിന്റെ അനുബന്ധ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള സഹോദരിമാര് ഇന്ന് മദീനയിൽ സമർപ്പിക്കുന്ന ഈ സമയത്ത് അവരുടെ വക ഒരു മധുരം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഈത്തപ്പഴം അവർ ഇന്നലെ കാശൊക്കെ ഒരുമിച്ച് കൂട്ടി എന്നടുക്കൽ ഏൽപ്പിച്ചു. ഞാൻ അതിന് സാധനം വാങ്ങാൻ വേണ്ടി മനഹജിലെ പ്രധാന മുദരിസുമാരിൽപ്പെട്ട റഫീഖ് സഖാഫി ഏൽപ്പിച്ചു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ ഈത്തപ്പഴം റെഡിയാണ്. ഇവിടെ നിന്ന് എണീറ്റ് പോകുന്നതിന്റെ മുമ്പ് തന്നെ നിങ്ങൾക്കത് നൽകും. എല്ലാം അല്ലാഹു ഖബൂലാക്കട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.